മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ LDF, UDF കൗൺസിലർമാർ തമ്മിൽ വാക്കുതർക്കം. കരാറുകാരിൽ നിന്നും കൗൺസിലർ പാർട്ടി ഫണ്ട് ചോദിച്ചെന്ന ആരോപണത്തിന്മേൽ നടന്ന ചർച്ചയിലാണ് കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചത്. ചെയർമാൻ എന്താണ് ചെയർമാന്റെ വാർഡിൽ പിന്നെ ഇക്കാര്യം പറയുമ്പോൾ ചെയർമാനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. രണ്ട് കൗൺസിലർമാരും കൂടി UDFന്റെ രണ്ട് കൗൺസിലർമാരും ഞങ്ങളുടെ വാർഡിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് അന്വേഷിക്കണ്ടേ? അപ്പൊ എല്ലാം തള്ളിക്കളയാന്ന് പറയാം. രണ്ടാമത് എല്ലാ ഈ കത്ത് തള്ളിക്കളയുന്ന കത്ത് തള്ളിക്കളയും. CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ K. മൻസൂർ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പാർട്ടി ഫണ്ടിലേക്ക് പണം ചോദിച്ചെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ ആരോപണമാണ് നഗരസഭാ കൗൺസിൽ ചർച്ചയായത്. ആരോപണവും പ്രത്യാരോപണവും കടുത്തതോടെ ഇരു വിഭാഗവും നടുത്തളത്തിലിറങ്ങി തർക്കിച്ചു. LDF, UDF അംഗങ്ങൾ ചേരിതിരിഞ്ഞ വാക്കുതർക്കമുണ്ടായതോടെ ചെയർമാൻ യോഗം നിർത്തിവെച്ചു. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും അഴിമതിക്കാരെന്ന് മുദ്രകുത്താൻ നടക്കുന്ന ശ്രമം വിലപ്പോകില്ലെന്ന് ചെയർമാൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ വിജിലൻസിനോ സർക്കാരിനോ പരാതി നൽകട്ടെയെന്നും ചെയർമാൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു. അപ്പോൾ ഈ ആരോപണം ഈ അഴിമതി നടത്തിയെന്നും അരൂർ ബാങ്കിൽ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. കൃത്യമായിട്ട് ഇത് വിജിലൻസ് ഈ രണ്ട് വാർഡിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും അഴിമതി നടന്നതല്ല, പൈസ ചോദിച്ചു എന്നല്ല പറയുന്നത്. ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചു എന്നാണ് കോൺട്രാക്റ്റാണ് പറയുന്നത്. അതിൽ ഈ വ്യക്തിക്ക് വർക്ക് എടുത്തോന്നല്ല. ആ രണ്ടാൾ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ പറയുന്നതിന് രണ്ടാളും അതിന് ഉത്തരവാദികളല്ലേ? ഒരു പത്രസമ്മേളനത്തിൽ പല ആളുകളും വന്നിരിക്കാറുണ്ട്. ആ പറയുന്ന ആ കണ്ടന്റ് എല്ലാവർക്കും ബാധകല്ലേ? അപ്പോൾ റിയാസ് കോൺട്രാക്ട് പറഞ്ഞില്ല, മറ്റേ ഷാനിഫ് കോൺട്രാക്ട് അല്ലല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ലൈസൻസ് പരിശോധിക്കലല്ല ഞങ്ങളെ പണി. ഉണ്ടോ, വർക്ക് ഉണ്ടോ? അത് എന്നാലോ അഴിമതിക്ക് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല തെളിയിക്കാൻ പിന്നെ വാങ്ങി എന്ന് പറയുന്നു, വർക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നു. അവിടെ തന്നെ നാടിക്കുന്ന് SC കോർപ്പസ് ഫണ്ട് 25 ലക്ഷം രൂപ, അത് SCകൾക്ക് മാത്രം സംവരണം ചെയ്ത ഫണ്ടാണ്. ഈ ഫണ്ട് എവിടെ നിർമ്മാണം നടത്തി പരിശോധിക്കണം. CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി തുറന്നുകാട്ടിയതിൽ അന്വേഷണം വേണമെന്ന് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. അത് രാഷ്ട്രീയമായി നേരിടുന്നതിന് LDF തയ്യാറാകാത്തത് തങ്ങളുടെ കുഴപ്പമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൗൺസിൽ യോഗം കഴിഞ്ഞതും മറുപടി നൽകാതെ ചെയർമാൻ ഇറങ്ങിപ്പോയതായി LDF കൗൺസിലർമാർ ആരോപിച്ചു. അതേസമയം ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് UDF കൗൺസിലർമാരും ആരോപിച്ചു. ഇത് പത്രസമ്മേളനം നടത്തിയത് CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, പത്രസമ്മേളനം നടത്തിയത് പഴയ SFIക്കാരൻ, പഴയ DYFIക്കാരൻ, CPMന്റെ അനുഭാവി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് CPMന്റെ ഇവിടുന്ന് പകരം വെക്കാൻ വേറെ നേതാവില്ല എന്ന് പറഞ്ഞ ആ നേതാവിനെ കുറിച്ച് പുകഴ്ത്തിയും താഴ്ത്തിയും കൃത്യമായി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് കണ്ടതാ. മാത്രമല്ല, ഇത് നടക്കുമ്പോ ഇത് CPMനെതിരെ ഒരാൾക്കെതിരെ മാത്രമല്ല നടന്നത്. CPMന്റെ മണ്ണാർക്കാട്ടെ ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി എന്ന് പറയുന്ന സഖാവിനെതിരെ ആ നേതാവ് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം 3 കോടി രൂപയ്ക്ക് 4 ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇതുവരെ CPMന്റെ ഏരിയ സെക്രട്ടറിയോ CPMന്റെ ലോക്കൽ കമ്മിറ്റിയോ CPMന്റെ പാർട്ടി നേതാക്കന്മാരോ ഞങ്ങൾക്കെതിരെ കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ വേണ്ടാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പരാതി എവിടെയും കൊടുത്തിട്ടില്ല. ഇപ്പോ 29 കൗൺസിലർമാരുടെയും അഴിമതി അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. UTV ന്യൂസ്, പാലക്കാട്.